കൂടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ സ്തനത്തിൽ പിടിക്കുക, നിതംബത്തിൽ തൊടുക, ഇതൊരു ദിവസേനയുള്ള ശീലമാക്കിയ ഒരു ഞരമ്പൻ ഡോക്ടർ. ലൈംഗിക ചുവയോടെയുള്ള സ്പർശനം പതിവാക്കിയ ഈ ഡോക്ടർ അഹങ്കാരിയും ഒരു ധിക്കാരിയുമായിരുന്നത്രേ. ഏതായാലും ഇത് നടന്നത് ഇന്ത്യയിലല്ല, ബ്രിട്ടനിലാണ്. എങ്കിലും ഇത് നടത്തിയ ഡോക്ടർ ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളതാണ് ലജ്ജാവഹമായിട്ടുള്ള കാര്യം. ഏതായാലും ഇയാൾക്ക് തക്ക ശിക്ഷ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് കോടതി. 6 വർഷത്തെ കഠിന തടവാണ്. ബ്രിട്ടനിലെ ബ്ലാക്ക്പൂൾ NHS ആശുപത്രിയിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ അമൽ ബോസാണ് ആ ലൈംഗിക ഭ്രാന്തൻ. വനിതാ സഹപ്രവർത്തകരുടെ സ്തനങ്ങളിലും നിതംബത്തിലും ലൈംഗിക ചുവയോടെ സ്പർശിക്കുന്നത് പതിവാക്കുകയായിരുന്നു ഇയാളുടെ തൊഴിൽ. NHS ഹാർട്ട് സർജനാണിത്. വെളുത്ത വസ്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ലൈംഗിക വൈകൃത ജീവി എന്നാണ് കോടതി ഇയാളെ വിശേഷിപ്പിച്ചത്. അതേസമയം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ കേട്ടാൽ അറപ്പുളവാക്കുന്നതാണ്. ഒരുമിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് വളരെ മോശമായിട്ടാണ് ഇയാൾ പെരുമാറിയിട്ടുള്ളത്. ഇയാൾക്കെതിരെ ഒന്നും ചെയ്യാനാകാതെ മിക്കവാറും സഹിച്ചിരിക്കുകയായിരുന്നു സഹപ്രവർത്തകർ. ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് തയ്യാറെടുക്കുകയാണ് ഒരിക്കൽ ഡോക്ടർ അമൽ ബോസ് എന്ന 55-കാരൻ ഒരു നേഴ്സിന്റെ സ്തനങ്ങളിൽ പിടിച്ചത്. ഷർട്ടിലെ പോക്കറ്റിൽ നിന്നും പേന എടുക്കാൻ സഹായിക്കുന്നു എന്ന വ്യാജേന സ്തനത്തെ സ്പർശിച്ച ഡോക്ടർ തന്നോട് മാർദ്ദവമുള്ള മാംസം എന്ന് പറഞ്ഞതായി മറ്റൊരു സ്ത്രീ പറഞ്ഞത് 5 കുട്ടികളുടെ അച്ഛൻ കൂടിയായ ഇയാൾ തൻ്റെ ടോപ്പ് താഴേക്ക് വലിച്ചൂരി ബ്രസിയർ പുറത്ത് കാണുന്ന രീതിയിൽ, അതായത് അടിവസ്ത്രം പുറത്ത് കാണുന്ന രീതിയിൽ നിർത്തിയെന്നും പറയുന്നുണ്ട്. എനിക്കുള്ള ചായ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഈ ഒരു ഞരമ്പൻ പറഞ്ഞത്രേ. ലോലിപ്പോപ്പ് കഴിക്കുന്ന മറ്റൊരു നേഴ്സിനെ നോക്കി നിനക്ക് കഴിക്കാൻ ഇതിലും നല്ല ഒന്ന് തരാം എന്ന വൃത്തികെട്ട ലൈംഗിക ചുവ ഭാഷയിൽ പറഞ്ഞതായിട്ടും പരാതിയിലുണ്ട്. അതേസമയം കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ജയിലിലാകുന്ന 6ാമത്തെ ആരോഗ്യ പ്രവർത്തകനാണ് ഈ ലൈംഗിക ഭ്രാന്തൻ. 2018 ഈ ഹോസ്പിറ്റലിന്റെ ഹൃദയാഘാത വാർഡിൽ 75 വയസ്സുള്ള ഒരു രോഗി രക്തം വാർന്നു മരിച്ചത് ഒരു കൊലപാതകമാണെന്നാണ് അന്ന് കോടതി വിധിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വിധിയും കൂടി വരുന്നത്. വലേറി നീൽ എന്ന രോഗിയുടെ കൊലപാതകയെ ഇതുവരെ എന്നാൽ പിടികൂടിയിട്ടില്ല. ബ്ലാക്ക്പൂൾ വിക്ടോറിയ ഹോസ്പിറ്റലിലെ കാർഡിയോ തൊറാസിക് സർജറിയുടെ മേധാവിയായിരുന്ന ബോസിനെ വളരെ മാന്യനായ വ്യക്തിയെന്നാണ് പൊതുവെ എന്നാൽ കരുതപ്പെട്ടിരുന്നത്. തൻ്റെ ഉന്നത സ്ഥാനം ദുരുപയോഗപ്പെടുത്തി സഹപ്രവർത്തകരെ പീഡിപ്പിക്കുകയായിരുന്നു ഈ ബോസ്. ഇത് കോടതി കയ്യോടെ പൊക്കി എന്ന് തന്നെ പറയാം. വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലൈംഗിക വൈകൃതം നിറഞ്ഞ പീഡനമായിരുന്നു അയാളുടേതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ തോന്നുന്ന സമയത്ത് ചെയ്യാമെന്ന അഹങ്കാരമായിരുന്നു ബോസിനെന്നും കോടതി പറഞ്ഞു. അതേസമയം തൻ്റെ ജോലിയിൽ അതീവ സമർത്ഥനായ ഡോക്ടറെ പല രോഗികളും ഇപ്പോഴും നന്ദിയോടെ തന്നെ സ്മരിക്കുന്നുമുണ്ട്. ചെയ്ത പ്രവൃത്തികളിൽ ലെവലേശം പശ്ചാത്താപം കാണിക്കാത്ത ഡോക്ടറെ 6 വർഷത്തേക്കാണ് ഇപ്പോൾ കോടതി തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. 2017-നും 2022-നും ഇടയിലായി 5 സ്ത്രീകളിൽ കാണിച്ച 12ഓളം ലൈംഗിക പരാക്രമങ്ങളിലാണ് ഇയാൾക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. മറ്റ് 2 ആരോപണങ്ങളിൽ നിന്നും ഇയാളെ കോടതി തൽക്കാലം കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത് ഇന്ത്യയിലല്ല എന്നുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ ഡോക്ടറാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഒരു പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ് ഇത്തരത്തിൽ ഒരു ഡോക്ടർ കാണിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയല്ല ഒരു പക്ഷേ പ്രതികരിക്കുന്നത്. ഇത്രയും നാളുകൾ ആ നഴ്സുമാർ സഹപ്രവർത്തകർ സഹിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിശയം തോന്നുന്നത്. ഏതായാലും ഇത്തരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇത്തരത്തിൽ നടക്കില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മുടെ മലയാളി നേഴ്സുമാരും മലയാളി സ്ത്രീകളും ഒക്കെ അങ്ങനെ വെറും പമ്മിയിരിക്കുന്നവരല്ല, കൃത്യമായിട്ട് പ്രതികരിക്കും. ഒരുപക്ഷെ ഇത് വലിയൊരു കോലാഹലങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു ഗുണം തന്നെ. ഒരുപക്ഷെ ഇന്ത്യയിൽ ആണെങ്കിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ തന്നെയാണെങ്കിലും ഇത് എത്രയും വേഗം കണ്ടെത്തി ഇത്രയും വർഷത്തോളം ഒന്നും ആരും സഹിച്ചിരിക്കത്തില്ല. ഏതായാലും ഇത്തരത്തിലുള്ള ഡോക്ടർമാർ നമ്മുടെ രാജ്യത്തിന് തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്കെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഞരമ്പന്മാർ ഒരുപക്ഷെ നമ്മളുടെ ഇടയിലുമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഞരമ്പത്തരം കയ്യിൽ വെച്ചേക്കും എന്നുള്ളൊരു മറുപടി തന്നെയാണ് നമുക്കൊക്കെ നൽകാനുള്ളത്. കാരണം ഇവിടുത്തെ സ്ത്രീകളോടൊന്നും അത്ര പെട്ടെന്നൊന്നും കളിക്കാനൊന്നും പറ്റില്ല. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പ്രതികരണ ശേഷിയുള്ളവരാണ് ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമങ്ങളും ഒക്കെ. വലിയൊരു വിഷയമൊക്കെ ആക്കിയേനെ. പക്ഷെ ബ്രിട്ടനിലായതുകൊണ്ടായിരിക്കാം ഒരു കോടതി വിധിയിൽ, പക്ഷെ കൃത്യമായിട്ടുള്ള കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. 6 വർഷക്കാലത്തെ ഒരു തടവ്. അത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ആ ഒരു വിധിയൊക്കെ വരുന്നത്. ഇത് രണ്ട് രീതിയിലാണ് എടുക്കുന്നതെങ്കിലും
ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഉറപ്പ്. ഇത്തരത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ വലിയൊരു ആശ്ചര്യമാണ് തോന്നുന്നത്. ഡോക്ടർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുന്നത് ഓരോ ഡോക്ടറിനെ. രോഗികൾ കാണുന്ന അത്രമാത്രം ബഹുമാനപൂർവ്വമാണ് ഡോക്ടേഴ്സിനെ നമ്മൾ കാണുന്നത്. പക്ഷേ അത്തരത്തിലുള്ളവരുടെ ഇടയിലും ഇങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്ചര്യം മാത്രമല്ല, ഒരു പക്ഷേ വളരെ വേദനയും തോന്നുന്നു. ഓരോ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഓരോ രോഗിയും ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്രത്തോളം ഉള്ള ഒരു ഞരമ്പൻ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമുള്ള വ്യക്തികൾ ഒരു പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ കുറവായിരിക്കും. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട്, അവർക്ക് അവരുടെ പ്രൊഫഷണൽ അവർ പാലിക്കേണ്ടുന്ന ചില എത്തിക്സുകളുണ്ട്. ഇതൊക്കെ മറന്നുകൊണ്ട് ഒരിക്കലും ഒരു രോഗിയോടാണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും ചെയ്യരുത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഡോക്ടർ എന്ന് പറയുന്ന വലിയൊരു പദവിയാണ്, ഒരു ദൈവത്തിന് തുല്യമായിട്ടുള്ളൊരു പദവി തന്നെയാണ്. അത് മിസ്യൂസ് ചെയ്യുന്ന ആ അധികാര പദവി ഉപയോഗിച്ചും ഇത്തരത്തിൽ ഉള്ളവർ മിസ്യൂസ് ചെയ്യുമ്പോൾ അത് അവരിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഒരു ഡോക്ടർ ഇത്തരത്തിൽ കാണിക്കുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും അത്തരക്കാരാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് നല്ല മനുഷ്യർ, അതായത് ഒരു പക്ഷേ ദൈവത്തെ നമ്മൾ മുന്നിൽ കാണുന്ന തരത്തിലുള്ള ഡോക്ടേഴ്സ് നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ ജീവനൊക്കെ അവരുടെ കൈകളിലാണ് പലപ്പോഴും നമ്മൾ ഏൽപ്പിക്കുന്നത്. അത്രയ്ക്ക് വിശ്വാസമാണ് ഒരു ജീവൻ ഒരു ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പലരും ഓപ്പറേഷൻ തിയേറ്ററിലും പല രോഗങ്ങളിൽ നിന്നും മുക്തമാകത്തക്ക രീതിയിൽ അത്രയും നാളുകൾ ഒരു സ്വന്തം ജീവൻ കൊടുക്കുന്നത് ആ ഡോക്ടറെ വിശ്വസിച്ച് തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ളവർ അതിൻ്റേതായ മാന്യതയും അതിൻ്റേതായ രീതിയിലും വ്യക്തിജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതമുള്ളവരെ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മുൻനിരയിൽ ഒരിക്കലും മറച്ചു വെക്കരുത്. ഇപ്പോൾ ഈ ഒരു സഹപ്രവർത്തകരൊക്കെ കുറേ നാൾ അയാളുടെ ഇതൊക്കെ സഹിച്ചു, പക്ഷേ മറച്ചു വെക്കുമ്പോഴാണ് കൂടുതൽ രീതിയിൽ ടോർച്ചറിങ് അനുഭവിക്കാൻ ഇടപെടുന്നത്. അത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല പല തൊഴിലിടങ്ങളിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല, അത് നമ്മൾ പുറത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റയൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ നിരവധി പേര് അത് ഏറ്റെടുക്കും. ഒരു പക്ഷേ സ്വമേധയാ കോടതിയും നിയമവും ഒക്കെ അത് ഏറ്റെടുത്ത് കേസാക്കും. ഇതിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്, മറ്റൊരു രാജ്യത്ത് ഇങ്ങനെ ആകണമെന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള ഞരമ്പന്മാർ ഡോക്ടർമാരായിട്ട് ഇല്ലാതിരിക്കട്ടെ. ഡോക്ടേഴ്സ് അവരുടെ എത്തിക്സ് മനസ്സിലാക്കി അവരുടെ വ്യക്തിജീവിതവും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഏതായാലും ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്കും ഒരു ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.